കാൽക്കുലസിന്റെ ഇമ്പോർട്ടന്റ് ബ്രാഞ്ചായ ഇന്റഗ്രേഷനെ കുറിച്ച് പഠിക്കാം. ഡിഫറൻസിയേഷന്റെ റിവേഴ്സ് പ്രോസസ്സാണ് ഇന്റഗ്രേഷൻ. ഇതുപോലുള്ള ഗ്രാഫുകളുടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇന്റഗ്രേഷൻ ഉപയോഗിക്കും. എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇന്റഗ്രൽ, ഈ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ആണ് ദിസ് വൺ. ഇന്റഗ്രൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ, ഈ ഇന്റഗ്രൽ സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ കൂടെ നമ്മൾ എന്തുകൂടെ എഴുതി പോണം, ഡി എക്സ് എന്നും കൂടെ എഴുതി പോണം. ഇനി കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് ഉള്ളത്. അത് പഠിച്ചാലേ നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അത് ഏതൊക്കെയാണ് റിസൾട്ടുകൾ എന്ന് പരിചയപ്പെടാം. ഇതെല്ലാമാണ് സ്റ്റാൻഡേർഡ് റിസൾട്ട്. ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, എക്സ് ക്യൂബ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന്റെ ഇന്റഗ്രേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ്, ഇവിടെ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്താണ്, എക്സ് ക്യൂബ്, ഡി എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു എന്നിന്റെ ഇന്റഗ്രേഷൻ ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ്. ഇന്റഗ്രേഷൻ എന്താണ്, എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി. അപ്പൊ ആ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യണു. എന്നിന്റെ പ്ലേസിൽ ഇവിടെ ആരാ ഉള്ളത്, 3 ആണ്. അപ്പൊ എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ, 3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1 പ്ലസ് സി, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 3 പ്ലസ് 1 എന്ന് പറഞ്ഞാല് 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് സി. ഇതാണ് എക്സ് ക്യൂബിന്റെ ഇന്റഗ്രേഷൻ. Then next one നോക്കുക, another function x raised to minus 3. Second question, integrate x raised to minus 3. x raised to minus 3 നെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? ഇന്റഗ്രൽ x raised to minus 3 dx equal to n ന്റെ പ്ലേസിൽ minus 3 ആണ്. x raised to n plus 1 divided by n plus 1 plus c, which is equal to x raised to negative 3 plus 1 എന്ത് കിട്ടും, negative 2 divided by negative 2 plus c. നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ള ഓപ്പറേഷൻസ് അറിയില്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരു വീഡിയോ നെഗറ്റീവ് പോസിറ്റീവ് തമ്മിലുള്ള ഓപ്പറേഷൻസ് ഇട്ടിട്ടുണ്ട്, അത് നോക്കുക കേട്ടോ. Then question number 3, x raised to 4 minus 2x plus 3. ഈ ഫംഗ്ഷനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം, ആദ്യം മുമ്പിലെ ഇന്റഗ്രൽ സിമ്പിൾ ഇട്ട് കൊടുത്തു. ഇവിടെ ഇന്റഗ്രൽ സിമ്പിൾ ഇട്ട് കൊടുക്കുമ്പോ ലാസ്റ്റ് എന്ത് ചെയ്യണം, ഡി എക്സ് എന്നും കൂടെ എഴുതി കൊടുക്കണം. Then which is equal to integral x raised to 4 dx minus 2 constant 2 നെ വെളിയിലെടുത്തു, ഇന്റഗ്രൽ x dx, x നെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്, പ്ലസ് 3 ഇൻറ്റു ഇന്റഗ്രൽ dx. അപ്പോ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. Then which is equal to x raised to n ന്റെ ഇന്റഗ്രേഷൻ എങ്ങനെയാ പറഞ്ഞത്, x raised to n plus 1 divided by n plus 1 minus 2 constant. ഇവിടെ x ന്റെ പവർ എത്രയാ, 1. അപ്പൊ x raised to 1 ന്റെ ഇന്റഗ്രേഷൻ x raised to 1 plus 1 divided by 1 plus 1 plus 3 constant. ഇന്റഗ്രൽ 1 dx അല്ലെങ്കിൽ ഇന്റഗ്രൽ dx. ഇതിന്റെ ഇന്റഗ്രേഷൻ എന്തെന്നാ പറഞ്ഞത്, എക്സ് പ്ലസ് സി ആണ് സ്റ്റാൻഡേർഡ് റിസൾട്ടില്. അപ്പൊ സോ ഇന്റഗ്രൽ dx ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എക്സ് കിട്ടും, പ്ലസ് ഇന്റഗ്രേഷൻ കഴിഞ്ഞ് എന്തിട്ട് കൊടുക്കുക, പ്ലസ് സി. Then which is equal to x raised to 4 plus 1 5 by 5 minus 2 into x raised to 2 by 2 plus 3x plus
C. 1 by x raised to 9 ഇന്റഗ്രേറ്റ് ചെയ്യണം. 1 by x raised to 9 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇന്റഗ്രൽ സിമ്പിൾ ഇട്ട് കൊടുക്കണം. ഇവിടെ എന്ത് ചെയ്യണം? കൂടെ dx എന്നും എഴുതി കൊടുക്കണം. 1 by x raised to 9 എങ്ങനെ എഴുതാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. x raised to -9 dx ആക്കിയിട്ട് എഴുതാം. So which is equal to, ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും നോക്ക്. n ന്റെ പ്ലേസില് -9 -9 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x raised to -9 plus 1 divided by -9 plus 1 plus c, which is equal to x raised to -8 by -8 plus c. ഇങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തു നോക്കാം കേട്ടോ. x minus 3 into x plus 5. ഇതിന് എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് x minus 3 into x plus 5. ഇതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? ആദ്യം ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക. പറഞ്ഞാൽ ടേംസുകളെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എക്സിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി മാറും? എക്സ് സ്ക്വയർ ആയി. എക്സിനെ +5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +5x ആയി. -3നെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3x. -3നെ +5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -15. So which is equal to x square. നോക്ക, രണ്ടും എക്സിന്റെ ടേംസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ +2x -15. Then ഇനി ചെയ്യാനുള്ളത് എന്താണ്? ഇന്റഗ്രൽ x square plus 2x minus 15 dx equal to, സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുമ്പോ ഇന്റഗ്രൽ x square dx plus 2 കോൺസ്റ്റന്റ് 2നെ വെളിയിലെടുത്തു. പിന്നെ ആരേ ഉള്ളൂ? ഇന്റഗ്രൽ x dx മൈനസ് 15 കോൺസ്റ്റന്റ് 15നെ വെളിയിലെടുത്താല് പിന്നെ dx ഉള്ളൂ. Then x raised to n ന്റെ ഇന്റഗ്രേഷൻ, x raised to n plus 1 divided by n plus 1 plus 2 into x raised to 1 plus 1 divided by 1 plus 1 minus 15 into integral dx. എന്താണ് കിട്ടുക? ഇന്റഗ്രേഷൻ x എല്ലാം കഴിഞ്ഞാല് പ്ലസ് c. So x raised to 3 by 3 x cube plus 2 into x square by 2 minus 15x plus c. Definite integral of f of x over the limit ab is the difference between the values obtained when a and b are substituted in the integral of f of x and denoted by integral a to b f of x dx. ഡെഫിനിറ്റ് ഇന്റഗ്രൽ വെച്ചിട്ട് നമുക്ക് 1-2 പ്രോബ്ലംസും കൂടെ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് നോക്കാം. ഇന്റഗ്രൽ 1 to 3 x square dx. അപ്പൊ x സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നതില് ലിമിറ്റ് അപ്ലൈ ചെയ്യും വേണം. ലിമിറ്റ് 1 to 3 ആണ്. ഇവിടെ സദാ ഇന്റഗ്രേഷൻ x സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് ആൻസർ കിട്ടും? x raised to 2 plus 1 divided by 2 plus 1 ആണ്. ഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതി കൊടുക്കണ്ട? പ്ലസ് സി എന്നുള്ള ടേം എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് x raised to 2 plus 1 divided by 2 plus 1 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്ന് ആൻസർ കിട്ടും? നമുക്ക് x cube by 3 ആണ് എന്ന് കിട്ടി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്നത് x cube by 3 ഇന്റഗ്രേഷൻ ചെയ്ത് കിട്ടിയ ആ ഒരു ഫംഗ്ഷന് എന്തെന്ന് എഴുതാം? അപ്പർ ലിമിറ്റ് ടു ലോവർ ലിമിറ്റ്. അപ്പൊ ഇത് താഴെയുള്ളതാണ് എന്തെന്ന് പറഞ്ഞു? ലോവർ ലിമിറ്റ്. മേലെയുള്ളത് അപ്പർ ലിമിറ്റും ആണ്. അപ്പൊ ഇനി ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോ 1/3 കോൺസ്റ്റന്റ് ആണ്. 1/3നെ വെളിയിലെടുത്തു. എക്സിനാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യണത്.
1/3 കോൺസ്റ്റന്റ് വെളിയിലെടുത്തു. പിന്നെ ഇവിടെ ആരേ ഉള്ളൂ? എക്സ് ക്യൂബ് ആണ്. എക്സിന് അപ്പർ ലിമിറ്റ് എത്രയാണ്? 3 ആണ്. അപ്പോ എക്സിന് പകരം 3 അപ്ലൈ ചെയ്തു. 3 ക്യൂബ് മൈനസ് ലോവർ ലിമിറ്റ് എത്രയാണ്? 1 ആണ്. അപ്പൊ എക്സിന്റെ പ്ലേസിൽ 1 ഇട്ടു, 1 ക്യൂബ്. ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എഴുതിയിടുന്നു. ഈ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പർ ലിമിറ്റ് ആണ്. മൈനസ് ഈ 1 എന്ന് പറഞ്ഞാല് ലോവർ ലിമിറ്റ് ആണ്. അപ്പർ ലിമിറ്റിൽ നിന്ന് ലോവർ ലിമിറ്റ് മൈനസ് ചെയ്യുക. അത് എക്സ് ഉള്ളിടത്താണ് ലിമിറ്റ് ആയിട്ട് കൊടുക്കുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/3 കോൺസ്റ്റന്റ് 3 ക്യൂബ്. 3 ക്യൂബ് പറഞ്ഞാല് 3 × 3 × 3 എത്ര വരും? 27. മൈനസ് 1 × ക്യൂബ് പറഞ്ഞാൽ എത്രയാ? 1. which is equal to ആൻസർ എത്രയാണ്? 26/3. ഇന്റഗ്രൽ -1 to +1 x plus 1 dx. x plus 1 ഇന്റഗ്രേഷൻ ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ ഇന്റഗ്രൽ x dx പ്ലസ് ഇന്റഗ്രൽ 1 dx, അതായത് രണ്ടെണ്ണം ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി. വിച്ച് ഈസ് ഈക്വൽ ടു എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് ആൻസർ കിട്ടും? x⁻²/2 x⁻n+1 ഡിവൈഡഡ് ബൈ n+1 പ്ലസ് 1 dx. അപ്പൊ എന്താ ആൻസർ? x ആണ്. എന്നിട്ട് എന്ത് ചെയ്യാ? ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് എന്താണ്? -1 to +1 ആണ്. അപ്പൊ ഇതാണ് എന്ത് നമ്മളെ പറഞ്ഞു? ലോവർ ലിമിറ്റ്. ദിസ് വൺ ആണ് എന്ത്? അപ്പർ ലിമിറ്റ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സിനാണ് ലിമിറ്റ് കൊടുക്കുക. അപ്പൊ നമുക്ക് ആദ്യം അപ്പർ ലിമിറ്റ് എക്സ് ഉള്ളിടത്ത് നോക്ക് 1². എക്സ് ഉള്ളിടത്ത് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു. 1²/2 പ്ലസ് 1 ഇത്രയും അപ്പർ ലിമിറ്റ് ആണ്. മൈനസ് ഇനി ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യണു. ലോവർ ലിമിറ്റ് നോക്ക -1. അപ്പൊ എക്സ് ഉള്ളിടത്ത് -1²/2 പ്ലസ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാല് പിന്നെ വാല്യൂ എത്രയാണ്? -1. ലിമിറ്റ് അപ്ലൈ ചെയ്തു. 1²/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 1/2 തന്നെയാണ്. പ്ലസ് 1 മൈനസ് 1²/2 -1 അപ്പൊ എന്താ? 1 തന്നെയാണ് /2. ഇനി പോസിറ്റീവ് നെഗറ്റീവും കൂടെ വരുമ്പോ എന്ത് എഴുതും നമ്മള്? നെഗറ്റീവ്. ഓപ്പറേഷൻസ് അറിയില്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഉണ്ട്, നോക്കാം കേട്ടോ. ഇനി ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണ. 1/2 പ്ലസ് 1 മൈനസ് 1/2 നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് +1. ഇനി നോക്ക, ഇത് +1/2. +1/2 -1/2 കട്ടായി പോയി. പിന്നെ ആരെയുള്ളൂ? 1 + 1 which is equal to 2. ഇതാണ് ആൻസർ. ഇന്റഗ്രൽ -1 to +1 x + 1 dx. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്തെന്ന് കിട്ടും? 2 ആണെന്ന് കിട്ടും. ഈ ടോപ്പിക്കിന്റെ ആദ്യത്തിൽ പറഞ്ഞതുപോലെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. If you like the video, please subscribe and press the bell icon.